ഞാൻ കഴിഞ്ഞ ദിവസം 4:12 എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 4:12 ഹിമസാഗർ എക്സ്പ്രസ്സിൽ ചെങ്ങന്നൂർ വരെ പോകാൻ ടിക്കറ്റ് എടുത്തു. വളരെ കൃത്യനിഷ്ഠത ഉള്ളതുകൊണ്ട് കൃത്യം 4:11 റെയിൽ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് ഇപ്പം പോവും എന്നുള്ള മോഡിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. അത് പോയത് തന്നെ ഏകദേശം 4:15 ആയപ്പോഴാണ്. അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന എൻ്റെ വണ്ടി വന്നത് 5:10 വന്നത് പോട്ട്. അത് അവിടുന്ന് 5:30 അടുപ്പിച്ചായപ്പോഴേക്കാണ് പോയത്. ഇതൊക്കെ എന്തിനാണ് അവ എന്നോട് പറയുന്നത് എന്നല്ലേ? കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇവിടുന്ന് കാണാതായി. ഏകദേശം 2000-ഓളം കിലോമീറ്റർ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ പോയിട്ട് റെയിൽവേ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേയില്ല. ഇജാതി കർമ്മനിരതർ. ഇന്നലെ ഈ വിഷയം ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ആലോചിച്ചതല്ലേ, ഈ കുട്ടിയുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് ഇല്ല. പുറത്തു വന്ന ഫോട്ടോ എടുത്ത യുവതി പറയുന്നത് കുട്ടിയുടെ കയ്യിൽ ഒരു ബസ് ടിക്കറ്റും 40 രൂപയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു തുമ്പും ഇല്ലാതിരുന്നിടത്തുനിന്ന് കേരള പോലീസ് അന്വേഷിച്ച് വിജയവാഡ വരെ പോയാണ് കുട്ടിയെ കണ്ടെത്തിയത്. 3 സംസ്ഥാനങ്ങളിൽ കൂടെ ഈ കുട്ടി ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഇത് റെയിൽവേ എന്നൊരു സംവിധാനം അറിഞ്ഞിട്ടേയില്ല. ഇത് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ കൂടെ ആലോചിച്ച് നോക്കാം. ഉദാഹരണത്തിന്, ഈ കുട്ടി KSRTCയിലാണ് പോയതെന്നിരിക്കട്ടെ. ടിക്കറ്റ് ഇല്ലെന്ന് കണ്ടക്ടറോട് പറയുന്നു. കണ്ടക്ടർ അപ്പം തന്നെ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു, വീട്ടിലേൽപ്പിക്കുന്നു. 1 മണിക്കൂറത്തെ പരിപാടി. റെയിൽവേ കുറച്ചുകൂടി വലിയ സംവിധാനം ആയതുകൊണ്ട് കുറച്ചുകൂടി ഔദ്യോഗികമായിട്ട് ഡീൽ ചെയ്തു. ടിക്കറ്റേ കൊടുത്തിട്ടില്ല, മാതൃകാ സംവിധാനം. റെയിൽവേ ആളുകളുടെ പൈസ കൊണ്ട് ആളുകൾക്ക് വേണ്ടി ഓടുന്ന ഒരു സംവിധാനമായിട്ട് നാട്ടിലല്ലാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപദ്രവം. അത് മനസ്സിലാക്കാനാണ് ആദ്യം എൻ്റെ ട്രെയിൻ ലേറ്റായ കഥയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇത് ആദ്യത്തെ കഥയല്ല. ട്രെയിനിൻ്റെയോ ബോഗിയുടെയോ എണ്ണം കൂട്ടാൻ വേണ്ടി ഇവിടെ ആളുകളൊക്കെ കൂടി സമരം ചെയ്തപ്പം റെയിൽവേ കൊണ്ടുവന്നതാണ് വന്ദേ ഭാരത്. അത് വന്നതോടുകൂടെ സാധാരണ മനുഷ്യനൊന്നും അതിൽ കയറാൻ പറ്റൂല. ഉള്ള ട്രെയിനുകളൊക്കെ വന്ദേ ഭാരതിന് വേണ്ടി ലേറ്റ് ആക്കുകയും ചെയ്യുന്നു. വെരി ഇന്നോവേറ്റീവ് ഐഡിയ. നിങ്ങളുടെ ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ്. പുതിയ 5-6 ട്രെയിൻ എന്ന് പറയുന്നത് വളരെ നല്ല ആശയമാണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകാനുള്ള വന്ദേ ഭാരതിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 1575 രൂപയും കൂടിയ നിരക്ക് 2910 രൂപയുമാണ്. ഇതേ ദൂരം പോകുന്ന വേറൊരു ട്രെയിനിന്റെ സ്ലീപ്പറിന് 450 രൂപയും AC കോച്ചിന് 1100 രൂപയുമാണ് നിരക്ക്. ഈ കണക്കെല്ലാം കൂടെ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും കൂട്ടിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരാൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കൂല എന്നിപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ട്രെയിൻ കൂട്ടുക എന്നതോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നതോ അല്ല റെയിൽവേയുടെ ലക്ഷ്യം. ആളുകളുടെ വായടപ്പിക്കുക എന്നും അവരുടെ വരുമാനം കൂട്ടുക എന്നതുമാണ് ഇവരുടെ ഐഡിയ. ഇവിടുന്ന് 67 കിലോമീറ്റർ കന്യാകുമാരിയിലേക്കും അവിടുന്ന് ചെന്നൈ വരെ ഒരു 700 കിലോമീറ്റർ, അവിടുന്ന് വിശാഖപട്ടണം വരെ പിന്നെ ഒരു 790 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കാതെ ഒരാൾ പോയിട്ട് റെയിൽവേക്ക് അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൂടെ റെയിൽവേ കള്ളവണ്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ ടിക്കറ്റ് ഒന്നും വേണ്ട കയറി വാടാ മക്കളെ എന്ന് പറയുകയാണോ ചെയ്യുന്നത് എന്നാണ് പിടികിട്ടാത്തത്. കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വിജയമേ.